നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇടണം കേട്ടോ. ഇനി ഇതിലേക്കൊരു മുട്ട ചേർക്കുവാണ്. ഈ മുട്ടയൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പാല് ചേർത്ത് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് തിളപ്പിച്ച് ആറിച്ച പാലാണ്. ഒരു 1/2 ഗ്ലാസ്സോളം പാലേ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ. ഈ മാവ് നമുക്കൊരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ അല്പം എണ്ണ വെച്ചിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് വളരെ ലൂസാക്കി ഒന്ന് കലക്കിയെടുക്കാം. ഇതുപോലെ ലൂസായിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഉരുളകളില്ലേ അതിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് വെളുത്ത എള്ളിൻ്റെ ആവശ്യമുണ്ട്. നമുക്കിതിനി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ വെള്ളത്തിൽ അധികം നേരം ഒന്നും ഇട്ടെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ നമ്മളിത് ഇതിൻ്റെ മുകളിൽ എള്ളിങ്ങനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എള്ളി ശരിക്കും പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ഈ വെള്ളത്തിൽ മുക്കുന്നത്. ഇനി ഇതിനകത്തിട്ട് നന്നായിട്ട് ഉരുട്ടി കണ്ടോ. ഇപ്പം ഇതിലെല്ലാം നന്നായിട്ട് എള്ള് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എള്ളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, എള്ളുണ്ടയായിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് എണ്ണയിലിട്ടിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് പാകമാകുമ്പോഴത്തേനും ഇതൊന്ന് പൊട്ടി വരും കേട്ടോ. ഇത് കണ്ട് ഇതിപ്പോൾ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ഈ പലഹാരം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് വിദേശിയാണ്. ബാക്കിയെല്ലാം നമുക്കിനി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം വളരെ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ വ്യത്യസ്തതയുള്ള പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.